കടയുടെ പരസ്യം കണ്ടേ. 100 വർഷത്തെ സേവന പാരമ്പര്യവുമായി. ബാക്കിയുള്ള ഞാൻ പറയണില്ല. അല്ല, ഞാൻ ചോദിക്കുക, എന്തൊട്ട് സേവനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സേവനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരു പള്ളിയിലെ അച്ഛൻ, ഞാൻ 3 വർഷത്തെ ഈ പള്ളിയിലെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അച്ഛന്റെ സേവനം ചെയ്ത്, അച്ഛൻ അവിടെ പണിയെടുക്കുന്നതിന്, അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേതനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ സേവനം? ഒരു ഡോക്ടർ 25 വർഷം ആശുപത്രിയിലെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം എന്തൊട്ട് സേവനം? മാസം മാസം ചെയ്യുന്ന ജോലിക്ക് വേതനം സ്വീകരിക്കുന്നു. ഒരു അഡ്വക്കേറ്റ്, ഒരു എഞ്ചിനീയർ, ഒരു ബിസിനസ്മാൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേതനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് സേവനം എന്ന് പറയാൻ പറ്റുമോ? അല്ല, വെറുതെ ഞാൻ ചോദിച്ചു നോക്കിയട്ടെ. അപ്പൊ അതുകൊണ്ട് സേവനം എന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. അത് തിരിച്ച് ഇങ്ങോട്ട് ആഗ്രഹിക്കാത്ത നിഷ്കാമ കർമ്മത്തെയാണ് പറയുക, പ്രിയമുള്ളവരെ. അതുകൊണ്ട് കച്ചവടം നടത്തുന്നവരൊക്കെ സേവനം ചെയ്യണേ അല്ല, അത് നമുക്ക് ജീവിക്കാനുള്ള മാർഗമാണ്. സേവനം എന്ന് പറയുന്നത് ആ പ്രളയത്തിൽ നമ്മൾ കണ്ടില്ലേ, ഒരു മനുഷ്യൻ കമന്ന് വീണ് കിടന്ന് പുറത്ത് ചവിട്ടിയിട്ട് ബോട്ടിൽ കയറിയില്ലേ, അതിന്റെ പേര് സേവനാണ് കേട്ടാ. കാരണം അവൻ വേതനം കിട്ടാൻ വേണ്ടിയിട്ടല്ല കമന്ന് കിടന്നത്. ലിനി എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ നേഴ്സുകുട്ടി, അവള് നിപ്പ വൈറസ് വന്നപ്പോ അവള് നേഴ്സാണ്. മാസം മാസം വേതനം ശമ്പളം കിട്ടും. പക്ഷെ ആ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവൾ അവിടെ ആ രോഗികളുടെ അടുത്ത് നിലയുറപ്പിച്ചത്. അവൾ മരിച്ചുട്ടാ. അതിന്റെ പേരാണ് സേവനം. അഭിനന്ദൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ ഇപ്പോ ആൾക്കാര്, നമ്മളൊക്കെ അഭിമാനത്തോട് പറയണില്ലേ, പട്ടാളക്കാർ കുറെ പേരുണ്ടോ, ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ പോയിട്ട് ചെയ്ത പ്രവൃത്തി ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല, അതിന്റെ പേരാണ് സേവനം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സേവനം എന്ന വാക്കിന്റെ അർത്ഥം ചാരിറ്റി എന്ന് പറയുന്നത്, അതായത് 10 രൂപ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് 10 കോടിയുടെ എന്റെ ബിസിനസ് വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊട്ടിപ്പോ സേവനം, എന്തൊട്ടിപ്പോ പ്രാർത്ഥന? സേവനം എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കാമ കർമ്മമാണ്. അത് ചെയ്യുമ്പോഴേ യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ജോലി ചെയ്യുക, അതിന്റെ പ്രതിഫലം വാങ്ങിക്കുക. പ്രതിഫലം വാങ്ങിക്കാണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സേവനം. പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിന്റെ സംതൃപ്തിയാണ് നമ്മുടെ